പൊട്ടിയിലേക്ക്. ഓക്കെ ബൈ. ഇനി ജർമ്മനിലല്ലേ? ജർമ്മനിയിലേക്ക് ജർമ്മനിയിലല്ലേ? ഫ്ലൈറ്റ് തുടങ്ങി. ഹായ് ഓൾ. അങ്ങനെ യൂറോപ്പ് ട്രിപ്പ് എന്ന നമ്മുടെ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു 14 days യൂറോപ്പ് ട്രിപ്പ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് പുറപ്പെട്ടത് 5th ജൂലൈയിലാണ്. 5th ജൂലൈയിൽ ദോഹ ടു ബഹ്റിൻ, ബഹ്റിൻ ടു ജർമ്മനി മുനീക്ക്, അതാണ് നമ്മളെ റൂട്ട്. അപ്പോൾ 11:30 ആയിരുന്നു ദോഹയിൽ നിന്ന് ഫ്ലൈറ്റ്. 11:30 ഫ്ലൈറ്റ് കയറി ഡയറക്റ്റ് 1 hour 1 hour ബഹ്റിനിലെത്തി. ബഹ്റിനിൽ ഒരു 2 hours ഹോൾട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഡയറക്റ്റ് മുനീക്കിലേക്ക്, ജർമ്മനിയിലേക്ക്. അങ്ങനെ നമ്മളവിടെ ജർമ്മനി ഏർലി മോർണിംഗ് ജർമ്മനി ലാൻഡ് ചെയ്തു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാറാണ്. അപ്പോൾ നമ്മൾ കാർ ഓൾറെഡി 6th എന്ന നമ്മളെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ റെഡിയാണ്. അപ്പോൾ അവർ റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ ഒരു 1/2 hour വെയിറ്റ് ചെയ്ത് അവർ കാർ റെഡിയായി. നമ്മൾ കീ വാങ്ങിച്ച് കാറിലേക്ക് പോകുമ്പോൾ നമ്മൾ അറൗണ്ട് 7 members ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കാറ് ഓക്കെ അല്ലായിരുന്നു. രണ്ടാമത് നമ്മൾ അവിടെ പോയി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവർ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ കാർ തന്നെ തന്നു. നല്ല പുതിയ കാറാണ്, ആകെ അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല പുതിയ കാർ തന്നു. അന്ന് നമ്മൾ റൂം എടുത്തത് ജർമ്മൻ മുനീക്ക് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ഒരു 30 minutes ട്രാവലുള്ളൂ. എല്ലാവരും നല്ല ടയർഡായിരുന്നു. 7 hours 8 hours കണ്ടിന്യൂസ് ജേർണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും റൂമിലേക്ക് പോയി നല്ല റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് പോയി. അവിടെ നമ്മൾ റൂം എടുത്തത് 2 days സ്റ്റേ ആണ്. പിന്നെ 3 to 4 hours നമ്മൾ റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ അവിടെ ജർമ്മനിയിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഫ്രാങ്ക്ഫർട്ടിൽ. മൂപ്പർ റോഡ് വഴി അവിടത്തേക്ക് വന്നു, ഇപ്പോൾ കുട്ടികളെയും കൂട്ടി. അങ്ങനെ അവർ നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. അവിടുന്ന് ഈവനിങ് നമ്മൾ നേരെ പോയത് മറൈൻ പ്ലാറ്റ്സ് സ്ക്വയറിലേക്കാണ്. മുനീക്കിലെ ഒരു ഓൾഡ് സ്ക്വയറാണ്, ഓൾഡ് ടൗൺ എന്ന് പറയാം ജർമ്മനിയിലെ. ജർമ്മൻ്റെ ഓൾഡ് ഹിസ്റ്ററി അറിയണമെങ്കിൽ എന്തായാലും ഈ ടൗണിൽ വന്നിരിക്കണം. മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ്. പക്ഷേ അവിടെ ഒരു 2 to 3 hours റൗണ്ട് ചെയ്യേണ്ട ടൈമുണ്ട്. അങ്ങനെ 2 hours ആകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്തു അവിടെ. ഇനി നമ്മൾക്ക് എങ്ങനെ നമ്മൾ യൂറോപ്പ് ട്രിപ്പിന് വേണ്ടി വിസ അപ്ലൈ ചെയ്യുന്നുള്ള അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് പറയാം. നമ്മൾ അപ്ലൈഡ് ഖത്തറിൽ നിന്നാണ്. ഖത്തർ VFS ഗ്ലോബലിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്ത് ഒരു 1 to 2 weeks വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് പേപ്പർ വർക്കെല്ലാം റെഡിയാക്കിയിരുന്നു. അതിന് മുമ്പ് നമ്മളൊരു 3 to 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ബെറ്റർ 6 month ആണ്. അതെല്ലാം കാണിച്ച് ഒരു 2 weeks കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് റിപ്ലൈ വന്നു. പാസ്സായിട്ട് നമ്മൾ 1 month വിസയാണ് കിട്ടിയത്. 1 month ടൂറിസ്റ്റ് വിസയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ സ്ക്വയറിനുള്ള ഈവനിങ് വാക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ജർമ്മനി മുനീക്കിൽ തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ്. അത് ഒളിമ്പിയ പാർക്ക് എന്ന പേര്. അത് 1972 ഒളിമ്പിക്സിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്റ്റേഡിയത്തിലുള്ളൊരു പാർക്കാണ്. അതിപ്പോൾ അവിടെ ആൾക്കാർ ഫാമിലി ആയിട്ട് ഈവനിങ് വാക്കിങ്ങിൽ യൂസ് ചെയ്യാണ്. ഇങ്ങനെ ഒളിമ്പിക് പാർക്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് റൂമിലേക്ക് റിട്ടേൺ അടിച്ചു. പോകുന്ന വഴിക്ക് നമ്മൾ ബയൺ മുനീക്കിൻ്റെ ഹോം ഗ്രൗണ്ടായ അലയൻസ് മറീനയും കണ്ടു. അങ്ങനെ അവിടെ 2 ഫോട്ടോ എടുത്ത് അങ്ങനെ റൂമിലേക്ക് പോയി. അങ്ങനെ ഫസ്റ്റ് ഡേ ജർമ്മനി ക്ലോസ്.